സോഷ്യൽ മീഡിയയിൽ വൈറലായ ബൺ മസ്കയാണ് കേട്ടോ ഇത്. ഞാനും ഒന്ന് ഉണ്ടാക്കി നോക്കി വീട്ടിൽ. അപ്പം ഞാൻ ഓൾറെഡി വീട്ടിൽ ഡെയിലി ഉണ്ടാക്കുന്നത് ഏലക്കായ ഇതൊക്കെ ഇട്ടിട്ടുള്ള മസാല ചായയാണ്. ഇഞ്ചി, ഏലക്കായ, മസാലകളൊക്കെ ഇട്ടിട്ടുള്ള ചായയാണ് ഡെയിലി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ബൺ മസ്കയും കൂടി ഉണ്ടാക്കി കഴിച്ചു. അപ്പോൾ അതിനായിട്ട് ബട്ടർ, അൺസോൾട്ടഡ് ബട്ടർ, അതായത് ഉപ്പില്ലാത്ത ബട്ടറാണ് എടുക്കുന്നത് കേട്ടോ. അമുലിൻ്റെ ബട്ടറാണ് ഞാൻ മേടിച്ചത്. അത് നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് അതിലേക്ക് മിൽക്ക് മെയ്ഡ് ചെറിയ അളവിൽ, അതായത് ഉപ്പൊന്നും ഇല്ലാത്ത ബട്ടർ ആയതുകൊണ്ട് തന്നെ കുറച്ച് മധുരം ഉള്ളത് നല്ലതായിരിക്കും. അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ ബണ്ണ് മോഡേൺ ബ്രെഡിൻ്റെ ബണ്ണില്ലേ, അതാണ് ഞാൻ മേടിച്ചത്. അതിപ്പോൾ ഏത് ബണ്ണ് വേണമെങ്കിലും എടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് രണ്ടായിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കുക. നമ്മൾ ബട്ടർ തേച്ച് കഴിക്കണല്ലേ, അതുപോലെ തന്നെ നല്ലോണം തേച്ച് കൊടുക്കുക. കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ വേണം കേട്ടോ. എന്നിട്ട് ഇനിയിപ്പുറത്ത് തേച്ചില്ല എന്നുള്ള സങ്കടം അതിന് വേണ്ടല്ലോ, അപ്പോൾ ഒന്ന് വെറുതെ തേച്ച് കൊടുക്കുക. അപ്പോൾ 2 ബണ്ണിൽ ഞാൻ തേച്ചു, നല്ലോണം തേച്ച് അതിനുശേഷം പിന്നെ ബാക്കി കുറച്ച് ബട്ടർ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു, നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ട് അടച്ചിട്ട് അത് വിടിയിക്കാതെ വേണം കേട്ടോ നമ്മളത് മുറിച്ചെടുക്കാനായിട്ട്. ബാക്കി വന്ന ബട്ടർ, അതിൻ്റെ ആ വിടവില്ലേ, ആ വിടവൊക്കെ ഒന്ന് നികത്താൻ വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് അതിനെ കവർ ചെയ്ത് ഞാൻ തേച്ച് പിടിപ്പിച്ചു. അപ്പോൾ ബൺ മസ്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് മുറിച്ച് വേണമെങ്കിൽ മുറിച്ച് കഴിക്കാം. ഞാൻ മുറിച്ചൊന്നുമില്ല, ഞാൻ അങ്ങനെ തന്നെയാണ് കഴിക്കണത്. ഞാൻ ഉണ്ടാക്കി വെച്ച ചായയിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് കഴിച്ചു കേട്ടോ. ചായയിൽ നല്ലോണം മുങ്ങി വേണമെന്നില്ല, നമുക്ക് ജസ്റ്റ് ആവശ്യത്തിനുള്ളത് രീതിയിൽ മുക്കിയാൽ മതി കേട്ടോ. നല്ല സ്വാദുണ്ടായിരുന്നു. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. സ്വാദുണ്ട്, ഇഷ്ടമായി.